അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിൽ മുൻ വർഷങ്ങളിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ചോദ്യം 1 സൽ സ്വഭാവത്തിൽ പെട്ടതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. ഇഖ്ലാസ്, ഭയം, ചെറിയവരെ സ്നേഹിക്കൽ, കോപം, സംസാരം, കളവ് പറയൽ, തഖ്വ. അപ്പോൾ ഒന്നാമത്തേതിനോട് യോജിച്ചത് ചെറിയവരെ സ്നേഹിക്കൽ എന്നുള്ളതാണ്. സൽസ്വഭാവത്തിൽ പെട്ടതാണ് ചെറിയവരെ സ്നേഹിക്കൽ. ഇനി രണ്ടാമത്തത് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അപ്പം ഇഖ്ലാസ് എന്ന് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. മൂന്നാമത്തത് മനസ്സിൻ്റെ രോഗമാണ് കോപം. അപ്പം കോപം എന്നുള്ളത് എഴുതുക. നാലാമത്തത് ആദ്യം ചിന്ത പിന്നെ സംസാരം. അപ്പോൾ അവിടെ സംസാരം എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഭയം. അപ്പോൾ അവിടെ ഭയം എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഓരോന്നിനും 3 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പം ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ചോദ്യം 1 അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് ക്ഷമ, ലജ്ജ, ഇഖ്ലാസ്. അപ്പോൾ ക്ഷമ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് വൻദോഷങ്ങളിൽ പെട്ടതാണ് കരയൽ, സരിഖത്ത്, പൊട്ടിച്ചിരിക്കൽ. അപ്പം സരിഖത്ത് എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3 കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൈമുറിക്കൽ, ജയിൽ, കൊല. അപ്പം കൊല എന്നുള്ളതാണ് ശരി, അപ്പം അവിടെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം കണ്ണ്, നാവ്, ഖൽബ്. അപ്പം നാവാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം സിന, സരിഖത്ത്, ഖത്ൽ. ഖത്ൽ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 8ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിന് ശരിയായ ആൻസർ എഴുതുക. ചോദ്യം 1 നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി ആര്? ജഅഫർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം ഖൈബറിൽ എത്ര പേർ ഷഹീദായി? 15 പേരാണ് ഖൈബറിൽ ഷഹീദായത്. മൂന്നാമത്തത് ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്ത്? അഹ്സാബ്. നാലാമത്തെ ചോദ്യം ഉഹദിൽ പതാക വഹിച്ചിരുന്നത് ആര്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം ബദറിൽ മുസ്ലിങ്ങൾക്ക് എത്ര ഒട്ടകമുണ്ടായിരുന്നു? 70. 6 അസുവത്ത് എന്നാൽ എന്ത്? നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനാണ് അസുവത്ത് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ ചോദ്യം പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്ത്? ഹറാം ആണ് പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നത്. ഇനി 8ാമത്തത് നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചു ആരോട്? കസ്തൂരി വാഹകനോട്. അപ്പൊ കസ്തൂരി വാഹകനോടാണ് നല്ല കൂട്ടുകാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത്. ഇനി അടുത്ത ഭാഗം 4ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. വ്യക്തമാക്കാം. 1 പുരുഷന് സുന്നത്തായ വസ്ത്രം വെള്ള വസ്ത്രം, തലപ്പാവ്, ഖമീസ്. ഇതാണ് പുരുഷന് സുന്നത്തായ വസ്ത്രം. രണ്ടാമത്തെ ചോദ്യം ലജ്ജ എന്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്? ഉത്തരം അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും. അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് ലജ്ജ. മൂന്നാമത്തത് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ. അപ്പോൾ ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഏതൊക്കെയാണ്? നിർഭയം, ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ. ഇനി നാലാമത്തത്
തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം? ഉത്തരം, റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി. ഇനി അഞ്ചാമത്തെ ചോദ്യം, വിശ്വാസപരമായ രണ്ട് ത്വരീഖത്ത്, ഒന്ന് അശ്അരി, രണ്ട് മാതുരീദി. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം, സാരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക, അറബി മലയാളത്തിൽ അർത്ഥം എഴുതുക. ഒന്ന്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലതു മിൻ ഖബ്ലിഹി റുസുൽ. അതിൻ്റെ സാരം അർത്ഥം എങ്ങനെ വരും? മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ്, നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തത്, ജാ അൽ ഹഖു വ സഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. അർത്ഥം, സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. ഇനി മൂന്നാമത്തത്, ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ, ബി ഖുലുഖിൻ ഹസനിൻ. അർത്ഥം, മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. ഇനി നാലാമത്തത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. ഇനി ആറാമത്തത്, പൂരിപ്പിക്കാം. ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹു. അപ്പോൾ അവിടെ ലിമൻ ലാ ഹയാ എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. രണ്ടാമത്തത്, ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. ലാ അൽഖാക്കും ബഅദ ആമി എന്നാണ് എഴുതി ചേർക്കാനുള്ളത്. ഇനി മൂന്നാമത്തത്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. അപ്പോൾ അവിടെ മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ എന്നുള്ളതാണ് പൂരിപ്പിക്കാനുള്ളത്. ഇനി ഏറ്റവും അവസാനത്തത് ഏഴാമത്തെ ഭാഗം, ഇവയുടെ കൊല്ലവും മാസവും എഴുതാം. ചോദ്യം 1, നബി തങ്ങൾക്ക് പനി ബാധിച്ചു. കൊല്ലവും മാസവും എഴുതുക. ഹിജ്റ 11, സ്വഫർ മാസം. രണ്ടാമത്തെ ചോദ്യം, ഹജ്ജത്തുൽ വിദാഇന് മക്കയിലേക്ക് പുറപ്പെട്ടു. അതെപ്പോഴാണ്? ഹിജ്റ 10 ദുൽഖഅദ മാസം. ഹിജ്റ 10 ദുൽഖഅദ മാസം. ഇനി മൂന്നാമത്തത്, മക്ക വിജയം. മക്ക വിജയം നടന്നത് ഹിജ്റ 8 റമളാൻ മാസം. ഹിജ്റ 8 റമളാൻ മാസത്തിലാണ് മക്ക വിജയം നടന്നത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.